നമസ്കാരം. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്ന് ജോധ്പൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിന് തീപിടിച്ച് 20 പേർ മരിച്ചു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 15 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ജയ്സാൽമീറിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ തായട്ട് ഗ്രാമത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ദാരുണമായ സംഭവം നടന്നത്. വൈകുന്നേരം 3:30 ഏകദേശം 57 യാത്രക്കാരുമായി പുറപ്പെട്ട ബസ്സിൽ തായട്ട് ഗ്രാമം പിന്നിടുന്നതിനിടയിലാണ് പിൻഭാഗത്തു നിന്ന് പുകയുയരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഡ്രൈവർ റോഡരികിൽ ബസ് നിർത്തിയെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ തീ ബസ്സിനുള്ളിൽ ആളിപ്പടർന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പലരും ജനൽ ചില്ലുകളും വാതിലുകളും തകർക്കാൻ ശ്രമിച്ചു. അപകട വിവരം അറിഞ്ഞയുടൻ സമീപവാസികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. വെള്ളവും മണ്ണും ഉപയോഗിച്ച് തീകെടുത്താനും ബസ്സിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനും ഇവർ ശ്രമിച്ചു. തുടർന്ന് അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തി. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കി. സമീപത്തുള്ള സൈനിക താവളത്തിലെ സൈനികരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അതേസമയം തീപിടുത്തത്തെ തുടർന്നുണ്ടായ ചൂട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ജവഹർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഗുരുതരമായി പരിക്കേറ്റവരെ ജോധ്പൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുതിയ ബസ്സിനാണ് തീപിടുത്തമുണ്ടായത്. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന വസ്തുത, അപകടമുണ്ടായ ബസ് 5 ദിവസം മുൻപ് മാത്രമാണ് വാങ്ങിയത്. മരിച്ചവരിൽ പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞതിനാൽ DNA പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ പ്രതാപ് സിംഗ് അറിയിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിലെ പ്രോട്ടോകോൾ പോലെ DNA പരിശോധനയിലൂടെയാണ് മരിച്ചവരുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുക. അതിനുശേഷം മാത്രമേ മൃതദേഹങ്ങൾ അവരുടെ കുടുംബങ്ങൾക്ക് കൈമാറുകയുള്ളൂ എന്ന് കളക്ടർ പറഞ്ഞു. സംഭവത്തിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പുതിയ ബസിന്റെ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.